ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ശത്രുക്കൾ പ്രബലരായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ അതായത് നിങ്ങളുടെ ശത്രുസ്ഥാനം കൂടുതലും പ്രബലരായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. കാരണം അവര് ശക്തിപ്പെട്ടു വരുന്നു, നിങ്ങൾ ദുർബലപ്പെട്ടു പോകുന്നു. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ശരീരം ദുർബലപ്പെട്ടു പോകുന്ന ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ദുർബലപ്പെട്ടു പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നെഞ്ചിലൊരു ഭാരം, വലിയൊരു ഭാരം കയറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഭാരം നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം. ആ ഭാരം എങ്ങനെയെങ്കിലും ഇറക്കി വെച്ച് നിങ്ങൾക്കൊന്ന് ഫ്രീ ആകണം എന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളെ ഒരു രീതിയിലും ഒരു പരിപാടികളിലോട്ടും അനങ്ങാൻ വിടാതെ കൂട്ടിക്കെട്ടി നിർത്തിയിരിക്കുന്ന അവസ്ഥ. നിങ്ങൾ പല വിധത്തിലും ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് പല കാര്യങ്ങളും നോക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടും രക്ഷപ്പെട്ടിട്ടില്ല. ഇതില് ചില ആളുകൾ ബ്ലാക്ക് മാജിക്, ഇവിടെ നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക് എനർജി പരിപാടികളൊക്കെ നിങ്ങളുടെ ശത്രുസ്ഥാനം ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ അതൊക്കെ പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയും കാണിക്കുന്നുണ്ട്. പകുതിക്ക് വെച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവിപ്പിക്കേണ്ട കാര്യങ്ങൾ മുഴുവിപ്പിച്ചിട്ടില്ല. പകുതിക്ക് വെച്ച് നിർത്തിയിരിക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണത വരുത്തുക. മുഴുവിപ്പിക്കേണ്ടത് എന്തായാലും മുഴുവിപ്പിക്കുക. പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത് മുഴുവിപ്പിച്ചുകൊണ്ട് പോവുക. പകുതിക്ക് വെച്ചുള്ള പരിപാടികളിലോട്ട് പോവാതിരിക്കുക. കാരണം ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇത് മൊത്തം എന്താ പറയാ, നിങ്ങളോടുള്ള ഇതില് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൂടി ബാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനും കൂടി ബാധിക്കുന്നു ഉള്ള രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അതിപ്പോ ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, അവർക്കും കൂടി മൊത്തത്തിലുള്ള ഒരു പരിപാടിയുള്ള കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു എനർജി ബാധിക്കുന്നത്, ഈ ബ്ലാക്ക് മാജിക് എനർജി കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു പരിപാടി. ഇവിടെയുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നിങ്ങളുടെ ശത്രുസ്ഥാനം ഇവിടെ കുറച്ചു പേർക്ക് എന്താ പറയാ, ഒരു താങ്ങാകേണ്ട, തണലാകേണ്ട ആളുകളാണ്. പക്ഷെ അത് എന്താ പറയാ, താങ്ങും തണലിനും പകരം എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുശുമ്പ് ചിന്തിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ജീവിതങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ താമസിക്കുന്ന ഗൃഹത്തിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ
ഒന്ന് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റണം. അവരെന്താണോ ആഗ്രഹിക്കുന്നത്, എന്തോ പർട്ടിക്കുലർ കാര്യങ്ങൾ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്, അത് പൂർണ്ണമായിട്ടും അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റണം. അത് പൂർണ്ണമായിട്ടും അവരുടേതായിട്ടായിരിക്കണം. അതിൽ വേറൊരാളും അവകാശികൾ ഉണ്ടാവരുത് എന്നുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അതില് എന്താ പറയാ, അതായത് നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളെക്കാളും കൂടുതൽ ടെൻഷനും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കുമോ എന്ന് ആലോചിച്ച് വട്ടായി പോകുന്നതും നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിനാണ്. നിങ്ങൾ പോലും നിങ്ങളെക്കുറിച്ച് ഇത്രയും ആലോചിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാറി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഇതല്ല. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരുമോ, നിങ്ങളുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമോ, ഇവര് ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള ആലോചനകൾ ഇവരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആലോചിച്ച് എന്തൊക്കെയോ എവിടെയൊക്കെയോ നടന്ന് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുകയാണ്. എന്തൊക്കെയോ പരിപാടികളല്ല, നല്ല വൃത്തിക്കും വിനയത്തിനും എന്താ പറയാ, നല്ല മർമ്മങ്ങളിൽ തന്നെ കുത്തുന്ന പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു എനർജി കാണിക്കുന്നതേ, ഇപ്പൊ ചില ആളുകൾ പറയില്ലേ, ഓ അവര് പഴയ മനുഷ്യരല്ലേ, അവര് പഴമക്കാരല്ലേ, അതങ്ങോട്ട് വിട്ടുകള അല്ലെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെയൊക്കെ ചില ആളുകൾ പറയും. അതങ്ങനെ അവരത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയല്ല, അത് പഴമക്കാര് ചെയ്താലും പഴയ മനുഷ്യര് ചെയ്താലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കാൻ നോക്കുക. കാരണം ആ ഒരു പറച്ചില് യൂട്ടിലൈസ് ചെയ്ത് മുതലെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മുതലെടുത്തിട്ട് അതൊരു റിലേഷൻഷിപ്പിനെയോ ഒരു കുടുംബത്തിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു മൂഡ് സ്വിങ്സ് മൂലം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കാര്യം ശരിയാണ്, പ്രായമായവരെ ബഹുമാനിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എന്തായാലും നിർബന്ധമായിട്ടും അത് തിരുത്തി കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. അല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്ത് ഒരു തൊഴിലിനെ ബുദ്ധിമുട്ടിക്കുന്നതോ ഒരു കുടുംബത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ മക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തിരുത്താൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഏറിക്കൊണ്ടിരിക്കും. ഇതിവിടെ ഏറിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ മക്കൾക്കോ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെയുള്ള ഈ ഒരു എനർജിയുടെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം അത് നിങ്ങളുടെ മനസ്സ് നീറിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടിട്ട്. അങ്ങനെയും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താ പറയാ, നിങ്ങൾ നല്ല രീതിക്ക് എനിക്ക് ഫീൽ ആവുന്നത്, നിങ്ങൾ ഇവിടെ കാണുന്ന എനർജി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്താ പറയാ, മനസ്സിങ്ങനെ നീറൂലേ, മനസ്സിങ്ങനെ നീറ്റി കൊണ്ടുപോയ ഒരു അവസ്ഥ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു കൂടിൻ്റെ ഉള്ളിൽ ആയിപ്പോയിട്ടുള്ള ഒരവസ്ഥ. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാതെ ഒരു കൂടിൻ്റെ ഉള്ളിൽ അകപ്പെട്ട ഒരവസ്ഥ. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു കൂടിൻ്റെ താക്കോല് വേറൊരാളുടെ കയ്യിലിരിക്കുന്ന, അല്ലെങ്കിൽ ശത്രുസ്ഥാനമാണെങ്കിൽ അങ്ങനെ ഉള്ള ഒരു ഇത്, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്ന ഒരു ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ കയ്യിലിരിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ നന്നായിട്ട് കാണിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളതാണ്, എന്നാലും ഞാൻ പറയാണ്, ചില ആളുകൾ ഇതിനെന്താണ് പരിഹാരം പറയൂ. ഈ അങ്ങനെ ഉള്ള ആളുകളോട് ഞാൻ പറയട്ടെ, ഈ ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കില്ല അടുത്ത ആൾക്കുള്ളത്.
അടുത്ത ആൾക്കുള്ളതായിരിക്കില്ല ഇപ്പുറത്തുള്ള ആൾക്കുള്ളത്, ഇപ്പുറത്തുള്ള ആൾക്കുള്ളതായിരിക്കില്ല മറ്റേ ആൾക്കുള്ളത്. നോക്കാതെ എങ്ങനെ പരിഹാരം പറയും? നോക്കിയാലല്ലേ നമ്മൾക്ക് പരിഹാരം പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ റീഡിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ കാണുന്നത് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. നെഗറ്റീവ് കാണുവാണെങ്കിൽ നെഗറ്റീവ് പറയും, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് പറയും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പെർഫെക്ഷൻ വേണ്ടേ? നോക്കാതെ എന്തെന്ന് പറയും. ഓക്കെ, ഇപ്പോ നിങ്ങളുടെ ശത്രുസ്ഥാനം എന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ പറയുന്നത് പോലെ എങ്ങനെയൊക്കെ നടന്നാലും ഈ നമ്മള് വാള് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു അറ്റോ തുമ്പോ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം വരും. അതുപോലെയാണ് നിങ്ങളുടെ ശത്രുസ്ഥാനത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ, ആക്ഷൻസ്, കാര്യങ്ങൾ. അതുകൊണ്ട് ശത്രുസ്ഥാനമായിട്ടുള്ള ആളുകളോട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ കുട്ടികളുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ കാര്യമായിരിക്കാം, അതൊന്നും പറയാതിരിക്കുക. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ നിങ്ങളുടെ ശത്രുസ്ഥാനം മാനത്ത് കാണുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പല കാര്യങ്ങളും അല്ലെങ്കിൽ അത് ആരെങ്കിലും പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവാം. എങ്ങനെയൊക്കെയോ പല കാര്യങ്ങൾ അറിഞ്ഞ് മുടക്കം വരുത്തുക, ബുദ്ധിമുട്ടുണ്ടാക്കുക. ലാസ്റ്റ് തടസ്സം വരുമ്പോഴോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ പല കാര്യങ്ങളും നിങ്ങളുടെ മേലിലോട്ട് ചൂണ്ടുമ്പോഴോ, അതായത് വാള് നിങ്ങളുടെ നേരേക്ക് വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാവുന്നത്, ഷെടാ ഇതിങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന്. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ബുദ്ധിമുട്ടായി വന്നല്ലോ, അതിങ്ങനെ ആണല്ലോ, ഈ വഴിയാണല്ലോ പോയത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സഞ്ചർ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തൊക്കെയോ വഴി അറിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള അറിയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് വീണു പോയതായിരിക്കാം. എന്തായാലും ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താതിരിക്കുക. വേണ്ട കാര്യങ്ങൾ ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് വരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുക. കാരണം ഇത് മാറ്റാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഭൂമിയുടെ എത്രത്തോളം നിങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുള്ള ആളുകളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ദുർബലപ്പെട്ടു പോകും. നിങ്ങൾക്ക് പല നല്ല കാര്യങ്ങളും ബുദ്ധിമുട്ടിലാവും. മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെ നടത്തും, അതിലൊരു സംശയമില്ല. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതെന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ഒരു പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം. നിങ്ങളെ ഏത് പ്രായത്തിലുള്ളവരും ആയിക്കോട്ടെ, നിങ്ങളിപ്പോ നിങ്ങളുടെ പ്രായത്തിനെ തന്നെ നിങ്ങളൊന്ന് ശങ്കിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന്റെ കാര്യം ആയിക്കോട്ടെ. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിറാക്കിൾസ് നിങ്ങൾക്ക് നടന്നിരിക്കും, അത് ഷുവറാണ്. മാറ്റിക്കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു തുറവി, പുതിയ ഒരു കാര്യങ്ങൾ, അത് റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം, സ്വന്തം മക്കളുടെ കാര്യമായിരിക്കാം, പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാകും, ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകും. അതിലൊരു സംശയമില്ല. പിന്നെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ വേൾഡ് കപ്പ് കാണുന്നത് പോലെ പല കാര്യങ്ങളും നിങ്ങൾ ഗാലറിയിൽ ഇരുന്ന് കാണേണ്ട കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യാതെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് അയ്യോ എനിക്ക് പ്രശ്നമാണ്, അയ്യോ എനിക്ക് പ്രശ്നമാണ്, അയ്യോ എനിക്ക് വിഷമമാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇരിക്കുവാണെങ്കിൽ
നല്ല സമയങ്ങൾ വന്നാലും അത് ആസ്വദിക്കാനുള്ള ഇതുണ്ടാവില്ല. അതേസമയം നമ്മളായിട്ട് ഇറങ്ങി തിരിച്ച് പല കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്കുണ്ടായാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 10 മടങ്ങ് അതിൻ്റെ അപ്പുറം. കാരണം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതിൻ്റെ 10 മടങ്ങായിട്ടുള്ള ഒരു ലൈഫ്, ഒരു വിത്ത് സമാധാനം, മണി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കാരണം ഇപ്പൊ നിങ്ങൾ മനസ്സിനൊരു ചാഞ്ചാട്ടമാണ്, മനസ്സിനൊരു ദുർബലപ്പെട്ട് നിൽക്കുന്ന, നിങ്ങളെ തന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ഒക്കെ ചെയ്ത് നിങ്ങളെ തന്നെ പൊക്കിക്കൊണ്ടുവരും. ആ ചില സമയത്ത് നിങ്ങൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യത്തിൽ നിങ്ങളെ തന്നെ ഡീമോട്ടിവേഷൻ ചെയ്ത് ഇങ്ങനെ താത്തും. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസൈറ്റി, ബുദ്ധിമുട്ട്, വിഷമം, അയ്യോ എന്താവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതില് ചിന്തകളല്ല, നമ്മൾ ചിന്തിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം മുഴുവനും ചിന്തിച്ചോണ്ടിരിക്കും. ഇനി വേണ്ടത് പ്രവർത്തികളാണ്. പ്രവർത്തിക്കുക. അല്ലാതെ കുറെ ചിന്ത, ആലോചന കാര്യങ്ങളിലോട്ടൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.